ഓക്കെ. ഇനി അടുത്ത നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഓക്കെ. സോ നമ്മളിവിടെ ഒരു പ്രോഡക്റ്റ് പേജിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഡിഫറെന്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് നമുക്കിവിടെ കാണാം. ഓക്കെ. അതിനകത്ത് ഞാനിവിടെ പ്രോഡക്ട്സ് പേജിനകത്ത് കുറച്ച് ഞാൻ കോഡ് ഞാൻ എഡിറ്റ് ചെയ്തായിരുന്നു. അതായത് നമുക്കൊരു പ്രോഡക്ട്സ് എന്ന് പറഞ്ഞൊരു ഞാൻ ഇവിടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ID P1 പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് പ്രോഡക്റ്റ് 1 എന്ന് പറഞ്ഞ് 3 പ്രോഡക്റ്റ് ഞാനിവിടെ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ എന്ത് ചെയ്തു, ഞാനിവിടെ ഒരു പ്രോഡക്ട്സിനെ ലൂപ്പ് ചെയ്തിട്ട് അതിന് തിരിച്ചൊരു ലിസ്റ്റ് ആയിട്ട് ഞാനിവിടെ ചെയ്തു. കാരണം നമുക്ക് APIയിൽ നമുക്ക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലിസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ആ ലിസ്റ്റിനെ പിടിച്ച് നമ്മളിവിടെ ലൂപ്പ് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത്. കാരണം നമുക്ക് ഡിഫറെന്റ് പ്രോഡക്ട്സ് ആണ്, മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ആണ് നമുക്ക് വരുന്നത്. സോ നമുക്ക് എത്ര പ്രോഡക്ട്സ് വരുന്ന അറിയാൻ പറ്റില്ല. സോ ഇത് APIയുടെ ഒരു രീതിയിലാണ് നമ്മൾ ഇവിടെ എഴുതി ഇരിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ഓരോ പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കണം. ഓക്കെ. സോ ഡീറ്റെയിൽസ് കാണിക്കാൻ വേണ്ടി നമ്മളൊരു ഡിഫറെന്റ് ഒരു JS ഫയൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഞാനിവിടെ പ്രോഡക്റ്റ് പുതിയൊരു JS ഫയലാണ്, പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് .js. ഇതിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇതിനെ എക്സ്പോർട്ട് ഡിഫോൾട്ട് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് പേജ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനകത്ത് ഞാനിവിടെ റിട്ടേൺ ചെയ്യുന്നത് തൽക്കാലം ഒരു h1 ടാഗ് റിട്ടേൺ ചെയ്യാം. പ്രോഡക്റ്റ് ഡീറ്റെയിൽസ്. ഓക്കെ. ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ ഒരു സാധനം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ app.jsനകത്തോട്ട് പോയിട്ട് നമുക്ക് ഇവിടെ ഒരു റൂട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ 3 പ്രോഡക്ട്സ് ഉണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ 3 പ്രോഡക്ട്സിന്റെ പാത്ത് നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാം. പക്ഷേ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് വരുന്നുണ്ട് നമുക്ക് എത്ര പ്രോഡക്ട്സ് വരുന്ന നമുക്ക് അറിയത്തില്ല, അതിന്റെ എണ്ണം എത്രയെന്ന് നമുക്ക് അറിയില്ല. സോ അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മളിവിടെ പ്രോഡക്ട്സ്, ഇപ്പൊ ഞാനിവിടെ പ്രോഡക്ട്സ് സ്ലാഷ് ഇപ്പൊ P1 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ഞാനിവിടെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് പേജിൽ എലമെന്റ് വെക്കുക. അപ്പൊ P1 ഞാനിവിടെ വെക്കുകയാണെങ്കിൽ ആ പ്രോഡക്റ്റ് ഫസ്റ്റ് പ്രോഡക്റ്റിന്റെ മാത്രമേ കാണിക്കത്തുള്ളൂ. ഇപ്പൊ സെക്കൻഡ് പ്രോഡക്റ്റ് വെക്കണമെങ്കിൽ ഞാനിങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു റൂട്ട് ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കണം. പക്ഷെ അതിന് പകരം നമുക്ക് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇത് മാറ്റിയിട്ട് നമ്മളിവിടെ ഡബിൾ കോളൻ, ഓക്കെ, ഡബിൾ കോളൻ വെക്കും. അതായത് ഈ ഒരു സ്ലാഷ് കഴിഞ്ഞിട്ട് ഡബിൾ കോളൻ കഴിഞ്ഞാൽ നമുക്ക് ഡൈനാമിക് പാത്താണ് അവിടെ വരുന്നത്. അത് ഏത് വേണമെങ്കിലും വരാം. ഓക്കെ. ഈ ഡബിൾ കോളൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് പേര് വേണമെങ്കിൽ വെക്കാം. നിങ്ങൾക്ക് ID വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ID എന്ന് പറഞ്ഞ് വെക്കാം. സോ ഏത് പേര് വേണമെങ്കിൽ വെക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ. ഇപ്പൊ ഞാനിവിടെ തൽക്കാലം ഞാനിവിടെ പ്രോഡക്റ്റ് ID എന്ന് പറഞ്ഞ് ഞാനാണ് പറഞ്ഞ് വെക്കുകയാണ്. ഓക്കെ. ഞാനിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ P1 അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് നേരെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും വരുന്നത്. ഇപ്പൊ ഞാനിവിടെ ABC എന്ന് പറഞ്ഞു കൊടുത്താലും നേരെ എനിക്ക് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ആണ് വരുന്നത്. സോ സെയിം ഡബിൾ കോളൻ കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ പറയുന്ന പാത്ത്, അത് നേരെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് പേജിലേക്ക് പോകും. പക്ഷെ നമ്മളിവിടെ കൊടുക്കുന്ന ID, അതായത് ഈ പ്രോഡക്റ്റ് സ്ലാഷ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാനിവിടെ ID എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ID അത് കറസ്പോണ്ടിങ് പേജിലേക്ക് വരണം. അതെങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് .jsനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ കോൺസ്റ്റ് പ്രോഡ് എന്ന് പറയുന്നത് യൂസ് പാരാംസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ. അത് റിയാക്ട് റൗട്ടർ ഡോമിനകത്ത് വരുന്നതാണ് ഈ യൂസ് പാരാംസിന്റെ മെത്തേഡ്. ഓക്കെ. ഇതെന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഞാനിവിടെ ഇത് വയ്ക്കുന്നു കഴിഞ്ഞിട്ട്
അതിന്റെ തൊട്ട് താഴെ ഞാനിവിടെ സ്പാൻ വയ്ക്കാം. സ്പാൻ വെച്ചിട്ട് ഇവിടെ റോഡ് കഴിഞ്ഞിട്ട് ID ഡോട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ app.jsനകത്ത് ഡബിൾ കോളം കഴിഞ്ഞിട്ടുള്ള എന്താണോ നമ്മളിവിടെ വേർഡ് കൊടുത്തിരിക്കുന്നത്, നമ്മൾ എന്താണോ ഇവിടെ സ്പെസിഫൈ ചെയ്യുന്ന ആ സംഭവം തന്നെ ആയിരിക്കണം നമ്മൾ ഇവിടെ കൊടുക്കാനായിട്ട്. ഡോട്ട് പ്രൊഡക്റ്റ് ID. ഓക്കെ. സോ app.jsനകത്ത് ഡബിൾ കോളം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണോ പേര് വെച്ചിരിക്കുന്നത് ആ പേര് തന്നെ ആയിരിക്കണം നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പൊ സപ്പോസ് ഇവിടെ ID ആണ് ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ, ജസ്റ്റ് ഒരു ID മാത്രമാണെങ്കിൽ നിങ്ങളിവിടെ ID എന്ന് പറഞ്ഞ് കൊടുക്കണം. ഞാൻ ഇവിടെ തൽക്കാലം ഞാനിവിടെ പ്രോഡക്റ്റ് ID എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാം. ഓക്കെ, നമുക്ക് സേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കവിടെ ID ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ABC അടിച്ചു കഴിഞ്ഞാൽ ABC തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ എന്തെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താണോ പാത്ത് പറഞ്ഞു ചോദിക്കുന്നത് ആ പാത്ത് തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഡൈനാമിക് റൗട്ടിംഗ് എന്ന് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ നമ്മളിവിടെ കഴിഞ്ഞില്ല. നമ്മളിവിടെ എന്താ ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പ്രോഡക്ട്സിനകത്ത് വന്നിട്ട് നമ്മൾ പ്രോഡക്ട്സിൽ പ്രോഡക്റ്റിൽ ഓരോ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക. ആ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് പേജിലേക്ക് പോകണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എല്ലായുടെ ഞാൻ ഇവിടെ മാറ്റിയിട്ട് ഞാനിവിടെ ലിങ്ക് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ലിങ്ക് സ്ലാഷ് ഓക്കെ, ലിങ്കിൽ ഞാനിവിടെ 2 എന്ന് പറഞ്ഞ ഇവിടെ കൊടുക്കും. ലിങ്കിനകത്ത് സെയിം തന്നെ പ്രോഡക്റ്റ് നമ്മളിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ വൺ എറർ, ലിങ്ക് ഇസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, ലിങ്ക് നമ്മൾ നോട്ട് ഡിഫൈൻഡ് ആണ്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ പാത്ത് പറഞ്ഞു കൊടുക്കണം. സോ പാത്ത് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മളിവിടെ സ്ലാഷ് പ്രൊഡക്ട്സ് സ്ലാഷ് കഴിഞ്ഞിട്ട് ഇവിടെ $. prod.id. നമ്മളിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്ട്സ് P1 to P3. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് 2 ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ID വന്നിട്ടുണ്ട് P2. അത് കഴിഞ്ഞിട്ട് P2 കഴിഞ്ഞ് P2ലുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും വരുന്നത്. അതായത് സെക്കൻഡ് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും വരുന്നത്. സോ ഇതാണ് നമ്മൾ ഡൈനാമിക് റൗട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒരു ഡിഫറെന്റ് നമുക്ക് പ്രോഡക്റ്റ് ലിസ്റ്റ് കാണും. ആ ലിസ്റ്റിനെ പിടിച്ച് നമ്മൾ ഒരു ലിങ്ക് ആയിട്ട് നമ്മൾ ഇവിടെ ലിസ്റ്റിനെ മാപ്പ് ചെയ്തിട്ട് ഇവിടെ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക. ലിങ്കിനെ വെച്ച് നമ്മളിവിടെ കറസ്പോണ്ടിങ് നമ്മൾ പാത്ത് പറഞ്ഞു കൊടുത്തിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ പ്രോഡക്റ്റ് ലിസ്റ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും വരുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഡൈനാമിക് റൗട്ട് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടുക. ഓക്കെ.